നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ വഴിയിലൊരു കല്ലിൽ തട്ടിയോ മരത്തിൽ തട്ടിയോ വീണു എന്ന് വെക്കുക. നമ്മൾ എന്തിനെയാണ് പഴിക്കുക? നമ്മുടെ ശ്രദ്ധക്കുറവിനെയാണോ, അതോ വഴിയിൽ കിടന്ന കല്ലോ മറ്റ് തടസ്സങ്ങളെയാണോ? ശരിക്കും പഴിക്കേണ്ടത് എന്തിനെയാണ്? അവിടെ നമ്മൾ വീഴാൻ കാരണം വഴിയിലെ തടസ്സങ്ങളോ നമ്മുടെ ശ്രദ്ധക്കുറവോ ഒന്നുമല്ല. പരമപ്രധാനമായ കാരണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ഫലമാണ്. തലയിലെ ഓളം പോയോ എന്ന് ചോദിക്കാൻ വരട്ടെ, ശരിക്കുമൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഗുരുത്വാകർഷണ ബലത്തിന്റെ ബലം. ആ ബലം പിടിച്ചു വലിച്ചത് കൊണ്ടല്ലേ നമ്മൾ വീണത്. അതില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരു വീഴ്ച തന്നെ സാധ്യമാകുമായിരുന്നില്ല. പല കാര്യങ്ങളും ഈസിയായി ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെ മറ്റു പല കാര്യങ്ങളും തടസ്സമായി തീരുന്നതും ഇതേ ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ട് തന്നെ. അത്തരത്തിൽ നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കിടന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റുക എന്നത്. നല്ല സുഖസുന്ദരമായി കിടന്നുകൊണ്ട് നമുക്ക് ഉറങ്ങാൻ പറ്റും. അതേസമയം നിന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റുമോ? നേരത്തെ കല്ലിൽ തട്ടി വീണ അതേ കാരണം നിന്നുകൊണ്ട് ഉറങ്ങുമ്പോഴും നമുക്ക് സംഭവിക്കും. നമ്മൾ ഉറക്കം തൂങ്ങുമ്പോൾ വീഴും. മനുഷ്യനൊരിക്കലും നിന്നുകൊണ്ട് ഉറങ്ങുക സാധ്യമല്ല. പക്ഷേ ഭൂഗുരുത്വാകർഷണ ബലത്തെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പല മൃഗങ്ങൾക്കും നിന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റും. മാത്രമല്ല, അവയെ നിന്നുകൊണ്ട് ഉറങ്ങാൻ സഹായിക്കുന്ന മറ്റ് രണ്ട് ഘടകങ്ങൾ കൂടെ ഉണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. നിന്നുകൊണ്ട് ഉറങ്ങുന്ന 5 മൃഗങ്ങളും അവരുടെ സവിശേഷതകളും. നിന്നുകൊണ്ട് ഉറങ്ങുന്ന മൃഗങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ആനകൾ തന്നെയാണ്. നാട്ടിലെ ആനകൾ കിടന്നുകൊണ്ട് 4-5 മണിക്കൂറുകൾ ഉറങ്ങുമ്പോൾ കാട്ടിലാനകൾ 2 മണിക്കൂറാണ് ഉറങ്ങുന്നത്, അതും നിന്നുകൊണ്ട്. 3-4 ദിവസത്തെ നിന്നുകൊണ്ടുള്ള ഉറക്കത്തിന് ശേഷമാണ് ഒരു പ്രാവശ്യം ആന കിടക്കുന്നത് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. പക്ഷെ കിടന്നാലും നിന്നാലും 2 മണിക്കൂറിന് മേലെ കാട്ടിൽ ആനകൾ ഉറങ്ങുന്നില്ല. നിന്നുകൊണ്ട് ഉറങ്ങുമ്പോൾ അവരുടെ ലിഗമെന്റിന് ചെയ്യാൻ സാധിക്കുന്ന ലോക്കിംഗ് സംവിധാനമാണ് ആനകളെ നിന്നുകൊണ്ട് ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. നിന്നുകൊണ്ട് ഉറങ്ങുന്ന മറ്റൊരു ജീവിയാണ് ജിറാഫ്. ആനകളെ പോലെ തന്നെ ഏറ്റവും കുറവ് ഉറങ്ങുന്ന ജീവിയാണ് ജിറാഫ്. 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് ജിറാഫിന്റെ ഉറക്ക സമയം. പക്ഷേ ഒരു സൈക്ലിംഗ് സംവിധാനത്തിലല്ല അത് പ്രവർത്തിക്കുന്നത്. 10 മിനിറ്റോളം നീളുന്ന ഒരു പവർ സ്നാപ്പാണ് ജിറാഫിന്റെ ഉറക്ക്. ഇത്തരം പല പവർ സ്നാപ്പുകൾ കൂടിച്ചേർന്നാണ് 1-2 മണിക്കൂർ ഉറക്കം ഒരു ദിവസം ജിറാഫിന് സംഭവിക്കുന്നത്. 10 മിനിറ്റ് ഉറങ്ങുന്ന ജിറാഫിന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ അത്രയും ഊർജ്ജ നഷ്ടമാണല്ലോ. അതുകൊണ്ടാണ് ജിറാഫ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത്. ജിറാഫും ആനകളെ പോലെ തന്നെ ലിഗ്മെന്റ് ലോക്ക് ചെയ്തുകൊണ്ട് താഴത്തെയും മുകളിലത്തെയും പേശികളെ അയച്ചുവിട്ടുകൊണ്ടാണ് ഈ പവർ സ്നാപ്പിംഗ് നിർവഹിക്കുന്നത്. കുതിരകളും നിന്നുകൊണ്ട് ഉറങ്ങുന്നു. പക്ഷേ കുതിരകൾക്ക് വലിയ ഉറക്കത്തിലാകുമ്പോൾ കിടക്കേണ്ടി വരും. പവർ സ്നാപ്പിംഗ് സംവിധാനത്തിൽ 10 മിനിറ്റൊക്കെ ഉറങ്ങുമ്പോൾ കുതിരകൾ ഇതേ ലിഗ്മെന്റ് ലോക്ക് വഴി ഉറങ്ങാൻ ശ്രമിക്കുന്നു. വലിയ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ കുതിരകളുടെ ലിഗ്മെന്റ് ലോക്കിന് അവയുടെ ശരീരത്തെ താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണ് നല്ല ഉറക്കം വരുമ്പോൾ കുതിരയ്ക്ക് കിടക്കേണ്ടി വരുന്നത്. ഗുരുത്വാകർഷണ അഥവാ ഗ്രാവിറ്റി മാനിപ്പുലേറ്റ് തന്ത്രത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു പക്ഷിയാണ് ഫ്ലെമിംഗോ. ഈ പക്ഷികളും ഒരു കാലിൽ നിന്നുകൊണ്ടാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ ഫ്ലെമിംഗോ പക്ഷികൾ ഉറങ്ങുമ്പോൾ അവരുടെ കണങ്കാൽ സന്ധിയിലെ ലിഗ്മെന്റുകളാണ് ലോക്ക് ചെയ്യപ്പെടുന്നത്. കാക്കകളും ഇതേ രീതിയിൽ നിന്നുകൊണ്ട് ഉറങ്ങുന്നു. കാക്കകൾ പവർ സ്നാപ്പിംഗ് സംവിധാനത്തിലാണ് ഉറങ്ങുന്നത്. കാലിന്റെ ലിഗ്മെന്റ് ലോക്കിങ്ങും ഗ്രാവിറ്റി മാനിപ്പുലേഷനും ഒരുപോലെ കാക്കകൾക്കറിയാം. ഈ 5 മൃഗങ്ങൾക്ക് മാത്രമല്ല, ഇനിയും കുറേ ഏറെ മൃഗങ്ങൾക്ക് നിന്നുകൊണ്ട് പവർ സ്നാപ്പിംഗ് സംവിധാനത്തിൽ ഉറങ്ങാൻ അറിയാം. ഇത്തരം മൃഗങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഘടകം നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഗ്രാവിറ്റി മാനിപ്പുലേഷനാണ്. പക്ഷികളാണ് ഗ്രാവിറ്റി മാനിപ്പുലേഷൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു കാലിലേക്ക് സമാന്തരമായി മർദ്ദം കൊടുത്ത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് തന്നെ ഒരു മർദ്ദ ലോക്കാണ് പക്ഷികൾ ഇവിടെ സ്വീകരിക്കുന്നത്. നമുക്കിതിനെ ഒരു കാലുള്ള ടേബിൾ പോലെ സങ്കല്പിക്കാം. ആ ടേബിൾ കൃത്യമായി വീഴാതെ നിൽക്കുന്നത് പോലെയാണ് പക്ഷികൾ ഒരു കാലിലേക്ക് മർദ്ദം കൊടുത്തുകൊണ്ട് പലപ്പോഴും ഉറങ്ങുന്നത്. ഇനി 2 കാലിൽ മർദ്ദം കൊടുക്കുന്ന പക്ഷികൾ ശരീരത്തെ സമാന്തരമായി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗ്രാവിറ്റിയെ തന്നെ ഒരു ലോക്കായി പക്ഷികൾ ഉപയോഗിക്കുന്നു. ഉറങ്ങാൻ മൃഗങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കാര്യം സ്റ്റേ അപ്പാരറ്റസ് ആണ്. ഇങ്ങനെ സ്റ്റേ ചെയ്യാൻ അപ്പാരറ്റസിൽ ലിഗ്മെന്റുകളും പേശികളും ടെൻഡോണുകളും ഉപയോഗിക്കപ്പെടുന്നു. പേശികളെ അസ്ഥിയോട് ബന്ധിപ്പിക്കുന്ന ഒരുതരം നാരുകളാണ് ടെൻഡോണുകൾ. ഈ ടെൻഡോണുകൾ കൊണ്ടാണ് ലിഗ്മെന്റ് ലോക്ക് ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ മുട്ടുകാലിലും കണങ്കാലിലുമൊക്കെ ലോക്കിട്ടാൽ പിന്നെ അത് 4 കാലിൽ ശരിക്കും നിൽക്കുമല്ലോ. ഇങ്ങനെയാണ് നിന്നുകൊണ്ടുറങ്ങുന്ന നാൽക്കാലികളും മറ്റും ഉറക്കത്തിനു വേണ്ടി അവരുടെ ശരീരത്തെ ക്രമീകരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പക്ഷികൾക്ക് മാത്രമുള്ള ഒരു കാര്യമാണ് ഫ്ലെക്സർ ടെൻഡോണുകൾ. നേരത്തെ പറഞ്ഞ ടെൻഡോണുകൾ പക്ഷികളുടെ കാലിലുമുണ്ട്. കാല് ചുരുക്കി വെക്കുമ്പോൾ ഈ ടെൻഡോണുകൾ വഴി കാലിലെ ലിഗ്മെന്റുകൾ പൂർണ്ണമായും ലോക്ക്ഡ് ആവുന്നു. ഒരു ഒറ്റക്കാലുള്ള ചെയർ പോലെ സമാന്തരമായി ഭൂമിയിലേക്ക് മറിഞ്ഞു വീഴാതെ നിൽക്കാൻ പക്ഷികളെ ഇത് സഹായിക്കുന്നു.
പക്ഷികളും മൃഗങ്ങളും ടെൻഡോണുകൾ ഉപയോഗിച്ച് ലോക്കിടുകയും ഗ്രാവിറ്റി മാനിപ്പുലേഷൻ നടത്തുകയുമൊക്കെ ചെയ്യുന്നത് അവ ഏതു സമയവും വേട്ടക്കാരാൽ ആക്രമിക്കപ്പെടും എന്ന ഒറ്റ കാരണത്താലാണ്. ഉറങ്ങുകയും വേണം, ജീവനും രക്ഷിക്കണം. അതിന് ഏറ്റവും നല്ല വഴിയാണല്ലോ ഈ നിന്നുകൊണ്ടുള്ള ഉറക്കം. അഗ്രവേട്ടക്കാരല്ലാത്ത പല മൃഗങ്ങളും ഈ രീതിയിലുള്ള ഒരുതരം മിന്നൽ ഉറക്കമാണ് കാട്ടിൽ നിർവഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ സുരക്ഷിതനായി ഉറങ്ങുന്ന ഏക ജീവി. ഈ സുരക്ഷിതത്വ സ്വാതന്ത്ര്യം എല്ലാവരിലും ഉള്ളതുകൊണ്ടാണല്ലോ നീ എന്നെ ഉറങ്ങാനും സമ്മതിക്കുന്നില്ലടാ എന്ന് നമ്മൾ അപരനോട് ചോദിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അവസാന കണ്ണിയും നഷ്ടപ്പെട്ടോ എന്ന് പരാതിപ്പെടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും നമസ്കാരം.